സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റോഡ് ഗതാഗത സുരക്ഷാ ബില്ലിനെതിരെ പ്രതിഷേധമിരമ്പി. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് പൂർണ്ണം. SLC പരീക്ഷാഫലത്തിലെ അപാകത പ്രതിഷേധം ശക്തമാവുന്നു. NGO യൂണിയൻ പ്രവർത്തകർ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മിന്നൽ ഭീതിയിൽ ഒരു പ്രദേശം. പെരിയാമൊയോലത്ത് മിന്നലേൽക്കുന്നത് പതിവാകുന്നു. വെൽഫെയർ പാർട്ടി ജനഹിത രാഷ്ട്രീയ മുന്നേറ്റ യാത്ര നടത്തുന്ന ജില്ലാ കമ്മിറ്റി പ്രചരണം തുടങ്ങി. ചെറുവത്തൂരിലെ സുമേഷിന് അഭിമാന നിമിഷം. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വോളി മത്സരിക്കാൻ അവസരമൊരുങ്ങി. ഹോസ്ദുർഗ് സബ് രജിസ്ട്രാർ ഗോപാലകൃഷ്ണൻ നായർക്ക് യാത്രയയപ്പ്. നിരവധി പേർ പങ്കെടുത്തു. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സിൽവർ ജൂബിലി നിറവിൽ. ഫുട്ബോൾ ഫെസ്റ്റ് ആവേശമായി. വാർത്തകൾ വിശദമായി. റോഡ് ഗതാഗത സുരക്ഷാ ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച മോട്ടോർ വാഹന പണിമുടക്ക് പൂർണ്ണം. നഗരങ്ങളിൽ പണിമുടക്ക് ഹർത്താലായി മാറി. കേന്ദ്ര റോഡ് സുരക്ഷാ ബില്ലിനെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായാണ് പണിമുടക്ക് സംഘടിപ്പിച്ചത്. 24 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന പണിമുടക്ക് മിക്കയിടങ്ങളിലും ഹർത്താലായി മാറി. കാഞ്ഞങ്ങാട്ടും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. പണിമുടക്കിയ തൊഴിലാളികൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ സത്യനാഥ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P. അപ്പുകുട്ടൻ, PV ബാലകൃഷ്ണൻ, A. ദാമോദരൻ, CH കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. ജാഫർ മൂവാരിക്കുണ്ട് സ്വാഗതം പറഞ്ഞു. SSLC പരീക്ഷാഫലത്തിലെ അപാകത. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. SSLC ഫലം പ്രസിദ്ധീകരിച്ചതിൽ സർക്കാർ കാട്ടിയ അലംഭാവത്തിൽ NGO യൂണിയൻ പ്രവർത്തകർ പ്രതിഷേധിച്ചു. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അപ്പുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സംഘടന ഉൾപ്പെടെയുള്ള സംഘടനാ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവരുമായിട്ട് ആശയവിനിമയം നടത്തി മുന്നോട്ട് പോകുന്നതിനൊക്കെ തയ്യാറായിട്ടുള്ള ഘട്ടങ്ങൾ ഒരുപാടുണ്ട്. KSTയുടെ ജനറൽ സെക്രട്ടറിമാരായി പ്രവർത്തിച്ച പല സുഹൃത്തുക്കളും പലപ്പോഴായിട്ട് ആ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സന്ദർഭത്തെ അനുസ്മരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ റബ്ബ് എല്ലാം കുളത്തിലാക്കിയിരിക്കുകയാണ്. റബ്ബിനെ പറ്റി തന്നെ പറഞ്ഞത് അദ്ദേഹം പഴയ ചാക്കിരിപ്പാസിന്റെ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പഴയ ചാക്കിരിപ്പാസിന്റെ ആളാണ്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ലാത്ത ഒരാളാണ് അബ്ദുറബ്ബ് എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തി ഉള്ള ഒരു സംഗതിയാണ്. ജില്ലാ പ്രസിഡന്റ് A. സലീം അധ്യക്ഷനായി. K. അനിൽകുമാർ, PT തോമസ്, C. ജനാർദ്ദനൻ, AR രാജു, AK ആൽബർട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി V. ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. പുല്ലൂർപെരിയയിലെ മൊയോലത്ത് മിന്നലേൽക്കുന്നത് പതിവാകുന്നു. മിന്നലിൽ വൻമരം പൊട്ടിച്ചിതറിയത് പ്രദേശത്ത് ഭീതി പടർത്തി. പുല്ലൂർപെരിയയിലെ മൊയോലം മേലെടുക്കത്ത് മിന്നലേൽക്കുന്നത് പതിവാകുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇവിടെ 10ലധികം തവണ മിന്നൽ നാശനഷ്ടം വരുത്തുകയുണ്ടായി. ബുധനാഴ്ച രാത്രി 8:30 ഉണ്ടായ മിന്നലിൽ ഒരു വൻമരം നെടുകെ പിളർന്ന് ചിതറിത്തെറിച്ചത് പ്രദേശത്ത് ഭീതി പടർത്തുകയുണ്ടായി. മേലെടുക്കത്തെ റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പീതാംബരന്റെ വീട്ടുവളപ്പിലെ മാഞ്ചിയം മരമാണ് നെടുകെ പിളർന്ന് ചിതറിത്തെറിച്ചത്. 100 മീറ്റർ അകലെ വരെ വിവിധ സ്ഥലങ്ങളിലായി മരം ചിതറിച്ചെറിക്കുകയുണ്ടായി. സമീപത്തെ മതിൽക്കെട്ടും ഇടിഞ്ഞു. പീതാംബരന്റെ മകൾ BTech വിദ്യാർത്ഥിനി ജിജി മിന്നൽ തീഗോളമായി പതിക്കുന്ന നേർക്കാഴ്ച കണ്ടിരുന്നു. മരം ചിതറിത്തെറിച്ചത് ഭീതിയോടെ മാത്രമേ ഓർക്കാനാവുന്നുള്ളൂ എന്ന് മേലെടുക്കത്തെ ഗണേശൻ പറഞ്ഞു. സമീപത്തെ രതീഷിന്റെ വീട്ടിലെ മെയിൻ സ്വിച്ച് പൂർണ്ണമായും കത്തിയ നിലയിലാണ്. കൂറ്റൻ മരം മിന്നലിൽ ചിതറിത്തെറിച്ച വിവരമറിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ നിരവധി പേർ സ്ഥലത്തെത്തി. കഴിഞ്ഞ വർഷം മൊയോലത്തെ സരോജിനി, സൗദാമിനി, കൃഷ്ണൻ എന്നിവർക്ക് മിന്നലിൽ പരിക്കേറ്റിരുന്നു. മേലെടുക്കത്തെ ഗണേശന്റെ മോട്ടോർ 3 തവണ മിന്നലിൽ കത്തി നശിച്ചിരുന്നു. നമ്മുടെ ഈ മൊയോലം ഏരിയ എന്ന് പറഞ്ഞ ഈ മേലെ ഭാഗം ഈ ഒരുപാട് പ്രാവശ്യം ഇവിടെ ഇടിമിന്നൽ ഏൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു 10ഓളം പ്രാവശ്യം ഇവിടെ അടുപ്പിച്ച് ഇടിമിന്നലുണ്ടായിട്ടുണ്ട്. രാജൻ്റെ വീട്ടിൽ, പീതാമേട്ടൻ്റെ വീട്ടിൽ, നമ്മളെ വളപ്പിൽ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഈ ഒരു 5-6 വർഷത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു 6-7 പ്രാവശ്യമെങ്കിലും ഇവിടെ ഇടിമിന്നൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തോ ഇവിടെ ഒരു പ്രത്യേക ഒരു ആകർഷണ ശക്തി, ഇടിമിന്നൽ ആകർഷിക്കാനുള്ള എന്തോ ഒരു ശക്തി ഇവിടെ ഉണ്ട് എന്ന് ഇവിടെ മൊത്തത്തിൽ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ വീടുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ഇവിടെ ആൾനാശം ഇതുവരെ സംഭവിച്ചിട്ടില്ല. മറ്റുള്ള ഒരുപാട് തരത്തിലുള്ള തെങ്ങ്, ഒരു 5-6 തെങ്ങ്, ഒരേ വീട്ടിൽ 5-6 തെങ്ങ്, പ്ലാവ്, ഇങ്ങനെ ഒരുപാട് മരങ്ങൾ ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
തുടർച്ചയായി മിന്നലേൽക്കുന്നത് സംബന്ധിച്ച് ഗൗരവമായ പഠനം നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ബാബുരാജനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ്, കാഞ്ഞങ്ങാട്. വെൽഫെയർ പാർട്ടിയുടെ ജനഹിത രാഷ്ട്രീയ മുന്നേറ്റ യാത്രയ്ക്ക് ഒരുക്കങ്ങളായി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഉപയാത്ര സംഘടിപ്പിച്ചു. കോർപ്പറേറ്റ് വർഗീയ അഴിമതിമുക്ത കേരളം എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം നയിക്കുന്ന ജനഹിത രാഷ്ട്രീയ മുന്നേറ്റ യാത്രയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. ജാഥയുടെ പ്രചരണാർത്ഥം ജില്ലാ കമ്മിറ്റി ഉപയാത്ര സംഘടിപ്പിച്ചു. ഉപയാത്രയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി. യോഗം സംസ്ഥാന ട്രഷറർ പ്രൊഫസർ ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. നാടേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാട് തുളന്നുകൊണ്ടിരിക്കുന്നു. അഴിമതി മൂലം, വേണ്ടാത്തരം മൂലം, സദാചാര ലംഘനം പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രി പുങ്കവന്മാരും നേതാക്കന്മാരും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഇതിനെതിലൊന്ന് ശബ്ദിക്കാൻ പോലും പറ്റാത്ത വിധം നമ്മുടെ പ്രതിപക്ഷം പോലും വല്ലാതെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നിശബ്ദരായിക്കൊണ്ടിരിക്കുന്നു, ചണ്ഡീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കാലത്തിന്റെ പ്രത്യേകതയാണ്. ഇതിനെതിരിൽ ശബ്ദിക്കാൻ ചങ്കൂറ്റത്തോടുകൂടി, ആർജവത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന ഒരു സംഘമാണ് വെൽഫെയർ പാർട്ടി എന്ന് ഞാൻ അഭിമാനപുരസ്സരം പറയാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടിയുടെ ഒരു സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പി സുരേന്ദ്രൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ പറഞ്ഞു, പഴയകാലത്ത് CPM-ന്റെ നേതാക്കൾ രക്തസാക്ഷിത്വം ഭരിച്ചുകൊണ്ട് വരെ ഏറ്റെടുത്ത സമരങ്ങളുടെ പിന്തുടർച്ച ഒരിക്കലും ഏറ്റെടുക്കാൻ CPM-ന് പോലും ആകാത്തെടുത്ത് അതിന്റെ പിന്തുടർച്ച ഏറ്റെടുത്തുകൊണ്ട് ധീരോദാത്തമായി സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തെ ഞാൻ ആകെ കാണുന്നത് പ്രതീക്ഷാപൂർവ്വം വെൽഫെയർ പാർട്ടിയിലാണ് എന്ന് പാർട്ടിക്കാരനല്ലാത്തവർക്ക് പോലും പറയേണ്ടി വരുമാറ് പാർട്ടിയുടെ ചിത്രം വളരെ സുതാര്യമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. PM മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. EC ആയിഷ, CH ബാലകൃഷ്ണൻ, A അമ്മൂഞ്ഞി എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞാണിലപ്പുറം രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. സ്വീകരണ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹോസ്ദുർഗ് സബ് രജിസ്ട്രാർ ഗോപാലകൃഷ്ണൻ നായർക്ക് യാത്രയയപ്പ് നൽകി. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിച്ച ഹോസ്ദുർഗ് സബ് രജിസ്ട്രാർ ഗോപാലകൃഷ്ണൻ നായർക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. KK മോഹൻരാജ് അധ്യക്ഷനായി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോരുടെ യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ താഴെത്തട്ട് മുതൽ ഒരു സബ് രജിസ്ട്രാർ ഉദ്യോഗം വരെ ആത്മാർത്ഥമായി നിസ്സൂരമായ സേവനം ചെയ്ത ശ്രീ ഗോപാലകൃഷ്ണൻ നായർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും കാലത്തോടുകൂടി വിരമിക്കുകയാണ്. നമുക്കറിയാം, എല്ലാവർക്കും പെൻഷൻ പ്രായം 55 വയസ്സ് 56 വയസ്സാക്കിയിട്ടുണ്ട്. ഒരു വർഷം നീട്ടിക്കിട്ടി എന്നതോടൊപ്പം തന്നെ ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും വിരമിക്കൽ പ്രായം അയാൾ നിർബന്ധമായും വിരമിക്കേണ്ടതായിട്ടുണ്ട്. അതിനാരും വിചാരിച്ചാലും പറഞ്ഞു നിർത്താൻ സാധിക്കില്ല. PK കൃഷ്ണൻ, അഡ്വക്കേറ്റ് പത്മനാഭൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ജൂനിയർ സൂപ്രണ്ട് NM സെബാസ്റ്റ്യൻ സ്വാഗതവും P ജയരാജ് നന്ദിയും പറഞ്ഞു. 2 വർഷത്തെ കാത്തിരിപ്പ് സഫലമായി. ചെറുവത്തൂരിലെ സുമേഷ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ വോളിബോളിൽ ഇന്ത്യൻ ജേഴ്സി അണിയും. പരിശീലനം അടുത്ത മാസം 20 മുതൽ ചെന്നൈയിൽ. നാട്ടിലെ വോളിബോൾ കോർട്ടുകളിൽ കളിച്ചു നടന്നിരുന്ന സുമേഷ് വാര്യർ അടുത്ത മാസം അമേരിക്കയിലേക്ക് വിമാനം കയറും. ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാന താരമായി സുമേഷ് വോളിബോൾ കോർട്ടിൽ മത്സരിക്കാനിറങ്ങും. ടീമിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക താരം കൂടിയാണ് സുമേഷ് വാര്യർ. ചെറുപ്പം മുതൽ വോളിബോൾ കളിക്കലുണ്ട് സുമേഷ്? എവിടുന്നാ നീ കളിച്ച് പഠിച്ചത്? ഒരുപാട് കൂട്ടുകാരെല്ലാം കളിക്കാനുണ്ടാവും. സ്കൂളിൽ എവിടെയാ പഠിച്ചത്? അതിനുശേഷം പഠിച്ചു. ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു ടീമിലേക്ക് എത്തിയത്, വോളിബോൾ ടീമിലേക്ക് എത്താൻ? ഇനിയിപ്പോ എപ്പോഴാ പോണ്ട്? മെയ് 20 പോകും ചെന്നൈയിലേക്ക്. ഇപ്പൊ പരിശീലനമൊക്കെ നടക്കുന്നുണ്ട്? ശരി. ഇനിയിപ്പോ ഇന്ത്യൻ ടീം ഒന്നിച്ചുള്ള പരിശീലനം എപ്പോഴാന്നുള്ള അറിയിപ്പ് കിട്ടി? ചെന്നൈയില് 20 പോണം. എന്നിട്ട് എവിടെ വെച്ചിട്ട് ഒളിമ്പിക്സ് നടക്കുന്നത്? ഇപ്പൊ അമേരിക്ക വെച്ചിട്ട്. അമേരിക്കയിലേക്ക്. ഇപ്പൊ എന്ത് തോന്നുന്നു സുമേഷിന് പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ സമയത്ത്? സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്.
അല്ലേ? ആരാണ് ഈ വോളിബോൾ പരിശീലിപ്പിച്ച് വളർത്തിയൊക്കെ സുമേഷിന് ആരാണ്? ഇവിടെ നമ്മളെ ക്ലബിൻ്റെ മെമ്പർമാരാണ് എല്ലാവരും കൂടി അല്ലേ? ചെറുപ്പം മുതൽ തന്നെ വോളിബോളിനെ അതിരറ്റ് സ്നേഹിച്ചു തുടങ്ങിയ ഈ താരത്തിന് മഹാകവി കുട്ടമത്ത് സ്മാരക സമിതിയാണ് എല്ലാവിധ പ്രോത്സാഹനവും നൽകിയത്. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് പൂമാല എത്തിച്ചു നൽകുന്ന സുമേഷ് മികച്ച വോളിബോൾ താരമാണെന്ന് പലരും അറിഞ്ഞത് ഒളിമ്പിക്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ്. കാഞ്ഞങ്ങാട് റോട്ടറി സ്കൂളിലെ പഠനത്തിനിടയിലാണ് സുമേഷ് ഒളിമ്പിക് സെലക്ഷൻ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നത്. 2 വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷ വാർത്ത എത്തിയത്. ഇന്ത്യയുടെ വിജയത്തിനായി കഴിവിന്റെ പരമാവധി പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് സുമേഷ് പറയുന്നത്. ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നടന്ന സ്പെഷ്യൽ സ്കൂൾ വോളിബോൾ മത്സരത്തിൽ സുമേഷ് കേരളത്തിന് വേണ്ടി ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. ഒളിമ്പിക്സ് മത്സരത്തിനായുള്ള പരിശീലനം അടുത്ത മാസം 20-ന് ചെന്നൈയിൽ ആരംഭിക്കും. അതിനുശേഷം ദില്ലിയിലും പരിശീലനം നടക്കും. ഇപ്പോൾ വലിയപൊയിൽ അരയാലിൻ കീഴിലാണ് സുമേഷിന്റെ പരിശീലനം. സുമേഷിന് ഒളിമ്പിക്സ് ടീമിൽ ഇടം പിടിക്കാനായതിന്റെ സന്തോഷത്തിലാണ് വീട്ടുകാരും. അമേരിക്കയിൽ പോകാൻ കിട്ടിയ ചാൻസ് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ ഈ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് അവൻ്റെ കളിക്കൂട്ടുകാരാണ് ഈ ക്ലബ്ബുകാരും ഈ നാട്ടുകാരും. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു വരേണ്ടത് കുമാർ മാഷാണ് അവന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും കൊടുത്തത്. നീന്തൽ തുടങ്ങി 2-3 വയസ്സ് മുതൽ അവൻ ക്ലബിലും ഓടി നടന്ന് കളിക്കും. അപ്പോൾ കുളത്തിലെല്ലാം ധൈര്യം കൊടുത്തത് കുമാർ മാഷ. പിന്നെ മഹാവി കുട്ടമ ക്ലബ്ബുകാരും നാട്ടുകാരും ചുറ്റുപാട് ഇല്ലവരും എല്ലാവരും നമ്മൾക്ക് അവന് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുത്തു. കാടങ്കോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശ്രീലത, റിട്ടയർഡ് ഖാദി വകുപ്പ് ജീവനക്കാരൻ സേതുമാധവൻ എന്നിവരുടെ മകനാണ്. സുധീഷ് സഹോദരനാണ്. തങ്ങളുടെ പ്രിയങ്കരനായ സുമേഷ് ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കിലയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടി ചെറുവത്തൂരിൽ നടന്നു. സേവാഗ്രാമത്തിന്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു പരിശീലന ലക്ഷ്യം. പടുവളം ബ്ലോക്ക് പഞ്ചായത്ത് പരിശീലന ഹാളിൽ നടന്ന പരിപാടി കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ പ്രാമുഖ്യം ഇത് നാട്ടിൻ്റെ വികസനമാണ്, ജനങ്ങളുടെ വികസനമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ നാട്ടിൻ്റെയും ഓരോ രാഷ്ട്രീയ പാർട്ടിയും സ്വാധീനമുള്ള മേഖലയിൽ അവരുടെ വികസനം പറഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു യോഗം. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി അധ്യക്ഷത വഹിച്ചു. TV ഗോവിന്ദൻ, ശ്യാമള, KV രാഘവൻ, കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പപ്പൻകുട്ടമത്ത്, H കൃഷ്ണ എന്നിവർ ക്ലാസ് എടുത്തു. SLC പരീക്ഷാഫലം അപാകത ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയുള്ള SFI പ്രതിഷേധം ശക്തമാവുന്നു. ചെറുവത്തൂരിൽ മന്ത്രിയെ പ്രതീകാത്മക വിചാരണ നടത്തി. വിദ്യാഭ്യാസ മന്ത്രിയെ ഭരണപരീക്ഷ എഴുതിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. SFI ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ടൗണിലാണ് പ്രതീകാത്മക പരീക്ഷ എഴുത്തും വിചാരണയും നടന്നത്. ചോദ്യപേപ്പറിലും പരീക്ഷാ നടത്തിപ്പിലും മൂല്യനിർണ്ണയത്തിലും ഫലപ്രഖ്യാപനത്തിലും E ഗ്രേഡ് രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് മന്ത്രിക്ക് നൽകി. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. അങ്ങേത്തലയോളം കേരളത്തിന്റെ ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ ഔന്നത്യത്തെയെല്ലാം തന്നെ അപമാനിക്കുന്ന സമീപനമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എടുത്തിട്ടുള്ളത്. നോക്കണം, SLCയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാലത്തും കേരളത്തിൽ എടുക്കാത്തതിലേക്കുള്ള സമീപനങ്ങൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് എടുക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം തന്നെ അങ്ങേയറ്റം അപമാനിക്കുന്ന സമീപനം SLC റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്നു. കേരളത്തിന്റെ SLC റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കണം, 98% കേരളത്തിലെ റിസൾട്ട് മാറിയിരിക്കുന്നു. ഞങ്ങൾക്ക് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സംവിധാനം അങ്ങേത്തലയോളം ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണ്. പുരോഗമനപരമായ കാഴ്ചപ്പാടോട് ഇടപെടുന്ന സംഘടനയാണ് SFI. എന്നാൽ ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ SLC പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഒരു വർഷക്കാലം തങ്ങളുടെ ഊണും ഉറക്കവും മാറ്റിവെച്ച് താങ്കളുടെ രക്ഷിതാക്കളും താങ്കളുടെ അധ്യാപകരുമെല്ലാം തന്നെ നാട്ടുകാരുമെല്ലാം തന്നെ ഉള്ള എല്ലാ സമയവും മാറ്റിവെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളുടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠനത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചത്.
അങ്ങനെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് അവരെ അപമാനിക്കുന്ന സമീപനം കേരളത്തിലെ ഗവൺമെന്റ് എടുക്കുന്നു. നിങ്ങൾ നോക്കണം, കോഴിക്കോട്ട് ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ വിദ്യാർത്ഥിയുടെ റിസൾട്ടിൽ പറയുന്നത് ഒരു വിഷയത്തിൽ മാത്രം ഗ്രേഡ് ലഭിക്കാത്ത നിലയായിരുന്നു ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങൾ നോക്കണമില്ല, ആ വിദ്യാർത്ഥിയുടെ 10 വിഷയത്തിലും ഗ്രേഡില്ലാത്ത നിലയിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നു. ഇങ്ങനെ കേരളത്തിലെ SLC റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചരിത്രത്തെ അപമാനിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി മാറുകയാണ്. ശ്രീജിത്ത് രവീന്ദ്രൻ അധ്യക്ഷനായി. വൈശാഖ് ഭരതൻ, അനൂപ്, ടി സ്വരാജ്, അതുൽ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി TP റിജിൻ കൃഷ്ണ സ്വാഗതം പറഞ്ഞു. ഗവർണർക്ക് സമർപ്പിക്കുന്ന നിവേദനത്തിലേക്കായി ഒപ്പുശേഖരണവും നടത്തി. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സിൽവർ ജൂബിലി ആഘോഷം. ഫുട്ബോൾ ഫെസ്റ്റിന് തുടക്കമായി. നെല്ലിക്കാട്ട് രതീഷിന്റെ സ്മരണയ്ക്കായി സുഹൃത്തുക്കൾ നൽകുന്ന റോളിംഗ് ട്രോഫിയും കൊളത്തിങ്കാൽ കുഞ്ഞിക്കോരന്റെ സ്മരണയ്ക്കായുള്ള സ്ഥിരം ട്രോഫിക്കും വേണ്ടിയാണ് ഫുട്ബോൾ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുട്ബോൾ ഫെസ്റ്റ് മുൻ നഗരസഭാ ചെയർമാൻ A. വേണുഗോപാലൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. EMS ഉദയനഗർ 1ാം സ്ഥാനവും ഹദ്ദാദ് ബേക്കൽ 2ാം സ്ഥാനവും നേടി. വിജയികൾക്ക് കൗൺസിലർ രവീന്ദ്രൻ പുതുക്കൈ സമ്മാനം വിതരണം ചെയ്തു. പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. റെഡ് സ്റ്റാർ നെല്ലിക്കാട്ടിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ കഴിഞ്ഞ ഒരു ആഴ്ചയായി ഈ ഗ്രൗണ്ടിൽ വെച്ച് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുകയാണ്. ഫുട്ബോൾ മത്സരത്തിൽ ഇന്ന് ഫൈനൽ മത്സരത്തിലെ വിജയികൾ 1ഉം 2ഉം സ്ഥാനം നേടിയിരിക്കുകയാണ്. കരുത്തരായ 2 ടീമുകളെയും അതിലെ അംഗങ്ങളെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കും. ചടങ്ങിൽ K. വേണു അധ്യക്ഷനായി. നെല്ലിക്കാട്ട് രതീഷ്, പ്രഭാകരൻ മേലാങ്കോട്ട്, K. രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റോഡ് ഗതാഗത സുരക്ഷാ ബില്ലിനെതിരെ പ്രതിഷേധം ഇരമ്പി. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് പൂർണ്ണം. SLC പരീക്ഷാഫലത്തിലെ അപാകത പ്രതിഷേധം ശക്തമാവുന്നു. NGO യൂണിയൻ പ്രവർത്തകർ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മിന്നൽ ഭീതിയിൽ ഒരു പ്രദേശം. പെരിയാമൊയോലത്ത് മിന്നലേൽക്കുന്നത് പതിവാകുന്നു. വെൽഫെയർ പാർട്ടി ജനഹിത രാഷ്ട്രീയ മുന്നേറ്റ യാത്ര നടത്തുന്ന ജില്ലാ കമ്മിറ്റി പ്രചരണം തുടങ്ങി. ചെറുവത്തൂരിലെ സുമേഷിന് അഭിമാന നിമിഷം. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ വോളി മത്സരിക്കാൻ അവസരമൊരുങ്ങി. ഹോസ്ദുർഗ് സബ് രജിസ്ട്രാർ ഗോപാലകൃഷ്ണൻ നായർക്ക് യാത്രയയപ്പ്. നിരവധി പേർ പങ്കെടുത്തു. നെല്ലിക്കാട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സിൽവർ ജൂബിലി നിറവിൽ. ഫുട്ബോൾ ഫെസ്റ്റ് ആവേശമായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.